السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين. صدق الله العلي العظيم. ആദരണീയരായ ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ, ബദർ സാദാത്ത് തങ്ങളവറുകൾ, മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ നടത്തുന്ന സമസ്തയുടെ ജനറൽ സെക്രട്ടറി ശൈഖുന ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ഈ മഹത്തായ കേരളയാത്ര അൽഹംദുലില്ലാഹ് സർവ്വജനങ്ങളുടെയും അംഗീകാരവും സന്തോഷവും പിടിച്ചുപറ്റി ഇന്ന് ഈ കൊല്ലത്ത് എത്തി. നാളെ ഇൻഷാ അല്ലാഹ് ഇത് തിരുവനന്തപുരത്ത് വളരെ ഭംഗിയായി സമാപിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു നയം അതാണ് മനുഷ്യർക്കൊപ്പം എന്നത്. ഏതെങ്കിലും ഒരു സമുദായത്തിലോ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ ഉള്ള വല്ലവരും ഏതെങ്കിലും അക്രമ പ്രവർത്തനം നടത്തിയാലോ അനീതി ചെയ്താലോ ആ സമുദായത്തിലുള്ള എല്ലാവരെയും ആ ഗണത്തിൽപ്പെടുത്തുക, അല്ലെങ്കിൽ അത്തരം അക്രമികളായി ചിത്രീകരിക്കുക എന്നത് ഇസ്ലാം തീരെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷത്തോളം അവിടുന്ന് ഖുർആൻ ഇറങ്ങാൻ ആരംഭിച്ചതിന് ശേഷം മക്കയിൽ ജീവിച്ചപ്പോൾ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം നിരന്തരം അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു അവിടെയുള്ള മുശ്രിക്കുകൾ. എന്തിനധികം പറയണം, അവിടുത്തെ കഴുത്തിൽ മുണ്ട് ചുറ്റി 2 ഭാഗത്തു നിന്ന് പിടിച്ച് കഴുത്തിനെരിച്ച് കൊല്ലാനുള്ള ശ്രമം അടക്കം ധാരാളം അക്രമങ്ങൾ അഴിച്ചുവിട്ടു. അവിടുത്തെ അനുയായികളിൽ പലരെയും ദാരുണമായി കൊന്നു. നാട്ടിൽ ബഹിഷ്കരണം ഏർപ്പെടുത്തി. അങ്ങനെ ഒരുപാട് ശത്രുതകൾ ഉണ്ടായി. അവസാനം അവർക്കതുകൊണ്ടൊന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ സുന്ദരമായ സത്യത്തിന്റെ ആശയത്തെ തടുത്തു നിർത്താൻ കഴിയാതെ വന്നപ്പോൾ അവസാനം ഒരു യോഗത്തിൽ വെച്ച് കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി നല്ല ചെറുപ്പക്കാരായ ആളുകളെ സജ്ജരാക്കി വീട് വളഞ്ഞു. അവിടെ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടു. അവരെ ഒന്നും അപകടത്തിലാക്കാതെ. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സൂറത്ത് യാസീനിന്റെ തുടക്കം, ഖുർആൻ വലിയ ബറക്കത്തുള്ള ഒരു ഗ്രന്ഥമാണല്ലോ. യാസീൻ ഏത് വിഷയത്തിനും
നേടിയെടുക്കാനുള്ള ഒരു സൂറത്താണല്ലോ. അതിന്റെ ആദ്യ ഭാഗം ഓതി ഫഹും ലാ യുബ്സിറൂൻ എന്ന് എത്തുമ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. അവിടുന്ന് ഗാറു സൗറിലെത്തി. അവിടെ ഒളിച്ചു നിൽക്കുന്ന സമയം മദീനയിലേക്ക് പോകാൻ ഒരു വഴിയറിയുന്ന ആള് വേണം. അതിനുവേണ്ടി ആരെയാണ് കൂലി കൊടുത്ത് വേതനത്തിന് നിശ്ചയിച്ച് കൂടെ കൊണ്ടുപോയത്? ഇത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ആശയമാണ്. അത് അബ്ദുല്ലാഹിബ്നു ഖത്വി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. സീറത്ത് ഇബ്നു ഹിശാമിൽ കാണാം വകാന മുശ്രിക്കൻ, അദ്ദേഹം ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയേറെ അപകടപ്പെടുത്താൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയ ഒരു ടീം അബൂജഹലിന്റെ നേതൃത്വത്തിലുണ്ട്. അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയത്തും വർഗീയവാദിയല്ലാത്ത സമാധാനപ്രേമിയായ, അതേ സമയത്ത് ഖുർആൻ പറഞ്ഞ ഒരു വിഷയമുണ്ട്, ഇന്ന ഖൈറ മനിസ്തൈദർതൽ ഖവിയുൽ അമീൻ. നിങ്ങൾ ആരെ വേതനത്തിന് നിർത്തുമ്പോഴും കൂലിക്ക് വിളിക്കുമ്പോഴും അദ്ദേഹം അതിന് യോഗ്യനായിരിക്കണം, അതോടുകൂടെ വിശ്വസ്തനായിരിക്കണം. അദ്ദേഹത്തിന് മദീനയിലേക്കുള്ള വഴി അറിയാം, അദ്ദേഹം വിശ്വസ്തനാണ്. പക്ഷെ അദ്ദേഹം ഒരു ബഹുദൈവ വിശ്വാസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹത്തെയാണ് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂലി കൊടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ കൊണ്ടുപോയത് എന്ന് ചരിത്രത്തിൽ കാണാം. വർഗീയതയുടെ ഒരു ലാഞ്ചന പോലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി മദീനയിലേക്ക് പോകാൻ ധൈര്യമുണ്ടെങ്കിൽ നീ അവിടെ വെച്ച് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിന്റെ മക്കളെ ഞാൻ പരിരക്ഷിച്ചുകൊള്ളും, നിന്റെ കടം ഞാൻ വീട്ടിക്കൊള്ളുമെന്ന് ഉമൈർ ഇബ്നു വഹബിനോട് പറഞ്ഞ് ഏൽപ്പിച്ച് രഹസ്യമാക്കി പറഞ്ഞയച്ച സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന കടുത്ത ഒരു മുശ്രിക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഭരണാധികാരിയായി വന്നപ്പോൾ അദ്ദേഹം കടലിൽ പോയി ജീവൻ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തായ ഉമൈർ ഇബ്നു വഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി പോയെങ്കിലും അവർ നടത്തിയ രഹസ്യ ചർച്ച മുഅ്ജിസത്ത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി മദീനയിൽ വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞിരുന്നു. ആ ഉമൈർ ഇബ്നു വഹബ് പഴയ സുഹൃത്തായ സഫ്വാൻ ഇബ്നു ഉമയ്യ ഇവിടെ നിന്ന് പോയി കടലിൽ ജീവനൊടുക്കാൻ പോവുകയാണ് എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നമ്മുടെ കഠിന ശത്രുവായ സഫ്വാൻ ഇബ്നു ഉമയ്യ ജീവനൊടുക്കും കടലിൽ പോയിട്ട്, അതുകൊണ്ട് നബിയെ അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ആമിനുൻ, അദ്ദേഹം നിർഭയനാണ്, അദ്ദേഹം വന്നുകൊള്ളട്ടെ, എന്തിന് അദ്ദേഹം പോകണം? അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ വിശ്വസിക്കുകയില്ല എന്ന് തോന്നിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവ് അടയാളത്തിന് വാങ്ങി അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയെ കുറിച്ചെല്ലാം വിശദീകരിച്ച് അദ്ദേഹം ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും അടയാളം കാണിച്ചു കൊടുത്തപ്പോൾ അംഗീകരിച്ചു. ആ സഫ്വാൻ ഇബ്നു ഉമയ്യ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇവൻ പറയുന്നത് നിങ്ങൾ എനിക്ക് അഭയം തരും എന്നാണ്, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശരിയാ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് 2 മാസം ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം തരണം, പിന്നെ ഞാൻ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യും. എനിക്ക് എന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് ജീവിക്കണം മക്കയിൽ.
നബി നിനക്ക് 4 മാസം ഞാൻ അനുവദിച്ചു. ചോദിച്ചത് 2 മാസമാണ്. അദ്ദേഹം 4 മാസം അവിടെ ജീവിക്കുന്നു. ശേഷം ഹുനൈൻ യുദ്ധം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാനോട് പറയുന്നു, നിന്റെ കൈവശം കുറെ ആയുധങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകുമ്പോൾ സഹായത്തിന് നൽകുമോ? അദ്ദേഹം ചോദിച്ചു, പിടിച്ചെടുക്കുകയാണോ അല്ല തൽക്കാലത്തേക്ക് വായ്പ വാങ്ങുകയാണോ? നബി തങ്ങൾ പറഞ്ഞു, വായ്പയാണ്. അദ്ദേഹം ആയുധം കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ശേഷം അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളെ കൂടെ ഒരു പട്ടാളക്കാരനായി എന്നെയും കൂട്ടുമോ? അദ്ദേഹം ഇപ്പോഴും മുശ്രിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പട്ടാളത്തിൽ ചേർക്കുന്നു. അദ്ദേഹം അടക്കം ഹുനൈനിൽ യുദ്ധം നടത്തുന്നു. ആ യുദ്ധത്തിൽ വളരെയേറെ പ്രയാസമുള്ള സമയം വരുമ്പോ യാതൊരു ഭീരുത്വവും കാണിക്കാതെ കുതിരപ്പുറത്തു നിന്ന് ശത്രുപക്ഷത്തേക്ക് മുന്നിലേക്ക് ചാടി ഇറങ്ങി, ഞാൻ നബിയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, നിങ്ങളുടെ ഈ ഭീഷണിയൊന്നും കണ്ടിട്ട് മടങ്ങുന്നവനല്ല ഞാൻ എന്ന് പറഞ്ഞ് സധൈര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരാടുന്നു. അവിടെ കുറച്ച് പൊടിമണ്ണ് വാരി ശത്രുക്കളുടെ ഭാഗത്തേക്ക് എറിയുന്നു. അവർ പരാജയപ്പെട്ടു പോകുന്നു. അതിനെ സംബന്ധിച്ചല്ലേ ഖുർആൻ മാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റമാ, ഓ നബിയെ തങ്ങൾ എറിഞ്ഞ സമയത്ത് തങ്ങളല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എറിഞ്ഞത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പിന്നെ അല്ലാഹുവാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞാലോ ആ ഏറിനെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. എല്ലാ മനുഷ്യരുടെയും പ്രവൃത്തികളെ സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അങ്ങയുടെ ആ ഏറ് സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. തങ്ങൾ എറിഞ്ഞു, ആ ഏറിനെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞു വരുമ്പോ ധാരാളം സ്വത്തുക്കൾ ശത്രുവായി കൂടെ നിന്ന്, അഥവാ ശത്രുതയിൽ നിന്ന് അല്പം ഒരു മാറ്റം വന്ന് ആശയം മാറാതെ നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്ന സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നൽകുന്നു, ഒരുപാട് കൊടുക്കുന്നു. അങ്ങനെ ഏറെ ചിന്തിച്ച് സഫ്വാൻ ഇബ്നു ഉമയ്യ അവസാനം ഇസ്ലാമിലേക്ക് വരുന്നു. സുഹൃത്തുക്കളെ, ഒരിക്കലും ഏതെങ്കിലും ഒരു സമുദായത്തിലോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ ഉള്ള കുറെ ആളുകൾ അല്ലെങ്കിൽ കുറച്ചാളുകൾ ശത്രുത കാണിക്കുമ്പോൾ എല്ലാവരെയും ശത്രുവായി കാണാനോ അതേപോലെ വൈരാഗ്യം വെച്ചു പുലർത്താനോ കടന്നു വരാനുള്ള എൻട്രൻസ് കൊടുക്കാതെ ആളുകളെ മാറ്റി നിർത്താനോ പാടില്ല എന്നതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നയം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച ഒരു ടീം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അതിലുണ്ട്. അവർക്ക് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു മലയോര പ്രദേശം പോലുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ ആ നാട്ടുകാരുടെ അവർ ഭക്ഷണം ചോദിക്കുന്നു. അവര് ഭക്ഷണം കൊടുത്തില്ല. നബി തങ്ങളുടെ ശിഷ്യന്മാരായ സഹാബികൾക്ക് ഭക്ഷണം കൊടുത്തില്ല. ആ സമയത്ത് അവരുടെ ഒരു നേതാവിനെ വിഷം തീണ്ടുന്നു. അദ്ദേഹം ബോധമില്ലാതെ വീഴുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അങ്ങനെ വന്നപ്പോൾ അവർ വന്ന് ഈ സഹാബികളോട് ചോദിക്കുന്നു, ഹൽ മിൻകും മിൻ റാഖ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ? പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിക്കുക അത് രോഗശമനത്തിന് കാരണമാണ്. അതേപോലെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് രോഗശമനം കിട്ടും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസമുള്ളവർക്ക് ഫലം ചെയ്യും, വിശ്വാസമില്ലാത്തവർക്ക് ഫലം ചെയ്തു കൊള്ളണമെന്നില്ല. ഇവർക്ക് ആ കക്ഷികൾ ഒരു നല്ല മനുഷ്യന്മാരാണെന്നൊരു തോന്നലും വിശ്വാസവുമുണ്ട്. ആ നിലക്ക് സഹാബത്തിനോട് വന്ന് അവർ സഹായം ചോദിക്കുന്നു. സഹാബികൾ അവരിൽ നിന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണെന്ന് എന്നതിൽ ചില റിപ്പോർട്ടുകൾ അറിയിക്കുന്നുണ്ട്. അവർ ഞങ്ങൾ നിങ്ങളെ മന്ത്രിച്ചു തരാം, ഞാൻ മന്ത്രിക്കുമെന്ന് പറയുന്നു. 30 ആടുകളെ ആ മന്ത്രത്തിന് കൂലിയായി അവർ നിശ്ചയിച്ചു കൊടുക്കുന്നു. മന്ത്രം നടത്തുന്നു.
അദ്ദേഹത്തിന്റെ വിഷമം പെട്ടെന്ന് വിഷമിറങ്ങി, വിഷയം അതാ പരിഹരിക്കപ്പെടുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയാണ് അന്ന് ആ മഹാനായ സഹാബി ഓതി മന്ത്രിച്ചത് എന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഫഖറഅ സൂറത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അതിനർത്ഥം ഏത് സൂറത്തിന്റെയും പേര് പറയുമ്പോ ബിസ്മിയുടെ ശേഷമുള്ള ആയത്ത് കൊണ്ട് പേര് പറയൽ സ്വാഭാവികമാണല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത്, ലിഇലാഫി ഖുറൈശ് സൂറത്ത്. ബിസ്മിയുടെ ശേഷമുള്ള ആയത്ത് കൊണ്ട് സൂറത്തിന് പേര് പറയുമല്ലോ. അതാണ് ഫഖറഅ സൂറത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മിക്ക് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വരുന്ന ആ സൂറത്ത് ഓതി മന്ത്രിച്ചു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇമാമിങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ ഹദീസ് കേട്ടിട്ട് ആരെങ്കിലും ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനുമാണ് തുടങ്ങേണ്ടത് എന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അത്രയും വിശദീകരിച്ചത്. ഇമാമിങ്ങളുടെ വിശദീകരണം സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ ഈ ഹദീസ് പറഞ്ഞത് എന്തിനാണ്? ഈ കക്ഷികൾ ആരാണെന്നോ അവരുടെ ആശയം എന്താണെന്നോ അവർ നേരത്തെ നമ്മൾക്ക് ഭക്ഷണം തരാത്തവരാണെന്നോ മഹാന്മാരായ സഹാബത്ത് നോക്കിയിട്ടില്ല. അവിടെ മന്ത്രിച്ച് അവരുടെ രോഗം സുഖപ്പെടാൻ അവർ പ്രവർത്തിക്കുകയാണ്. അതാണ് ഇസ്ലാം. ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, എല്ലാവർക്കും ഉപകാരം ചെയ്യുക. അത് ഖുർആൻ കൊണ്ടുള്ള ഉപകാരമാണെങ്കിലും, മന്ത്രിച്ചിട്ടുള്ള ഉപകാരമാണെങ്കിലും, ചികിത്സിച്ചിട്ടുള്ള ഉപകാരമാണെങ്കിലും, ഏത് വിധത്തിലാണെങ്കിലും എല്ലാ മനുഷ്യർക്കുമൊപ്പം. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ രീതി. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങളായ മനുഷ്യർക്കൊപ്പം നിൽക്കണം. അങ്ങനെ നിൽക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. വൽ ജമാഅ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിക്കുന്നവർ എന്നാണ്. ആ കൂട്ടായ്മയിലെ പ്രഥമ പുരുഷന്മാർ മഹാന്മാരായ സഹാബികളാണ്. സഹാബികൾ എന്ത് ചെയ്തു? അവർ ചെയ്തതിനെ അംഗീകരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ സംതൃപ്തി ലഭിക്കുന്നത്. ഖുർആൻ പറഞ്ഞു, വസാബിഖൂനൽ അവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. സഹാബത്തിനെ ആക്ഷേപിക്കാതെ, സഹാബത്തിനെ കുറ്റം പറയാതെ, സഹാബികൾ ഒരാളെയും നിന്ദിക്കാതെ അവരെ നല്ല സമീപന രീതിയിൽ അവരോട് പെരുമാറി അവര് പഠിപ്പിച്ച ആശയത്തെ മുറുകെ പിടിച്ച് അത് പിന്തുടർന്ന് ജീവിക്കുമ്പോൾ അല്ലാഹു പറയുന്നു റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളികളിൽ 2 ബാങ്ക് കൊടുക്കുന്നു വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. സുഹൃത്തുക്കളെ, അത് മഹാന്മാരായ സഹാബത്ത് നടപ്പാക്കിയതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയതാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നീങ്ങുന്നത്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന് ഖുർആൻ പറഞ്ഞ പട്ടികയിൽ ഉൾപ്പെടുകയില്ല. 20 റക്അത്ത് തറാവീഹ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലും മദീനയിലും നടപ്പാക്കുന്നു. സർവ്വ സഹാബികളും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നു. അതുകൊണ്ട് തന്നെ 4 മദ്ഹബിലും 20 റക്അത്ത് തറാവീഹ് ഉണ്ട്. കാരണം എല്ലാ ഇമാമിങ്ങളുടെയും വഴി സഹാബത്തിനെ പിന്തുടരലാണ്. ആ മഹാന്മാരായ സഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രഖ്യാപിക്കുന്നു, ഒരാൾ 3 തലാഖ് ചൊല്ലിയാൽ, അത് ഒന്നിച്ചു ചൊല്ലിയാലും വെവ്വേറെ ചൊല്ലിയാലും, ഒരാൾക്ക് 3 നാണയം കൊടുക്കാനുണ്ടെങ്കിൽ 3 ഒന്നിച്ചു കൊടുത്താലും വെവ്വേറെ കൊടുത്താലും 3 തന്നെയല്ലേ? അതുകൊണ്ട് ഒന്നിച്ചു ചൊല്ലിയാലും വെവ്വേറെ ചൊല്ലിയാലും അത് 3 തലാഖാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബത്ത് എല്ലാവരും ഏകോപിക്കുന്നു. അങ്ങനെ 3 ചൊല്ലിയാൽ 1 പോവുകയുള്ളൂ എന്ന് ഹിജ്റ 700-ൽ ജീവിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കളഞ്ഞു. ആ പറഞ്ഞത് ശരിയായില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം ഗ്രഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്നാണ്. ആ സഹാബത്തിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ടിലുള്ളവരിൽ നിന്നാണ്, അതിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ടിലുള്ളവരിൽ നിന്നാണ്. അവരാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടുകാർ. ആ 3 നൂറ്റാണ്ടിലാണ് 4 മദ്ഹബിന്റെ ഇമാമികൾ. അവരെ ശേഷവും വന്ന് ഹിജ്റ 700ഓളം കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്
3 തലാഖ് ചൊല്ലിയാൽ ഒന്നാണെന്ന വാദം അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനെ പിന്തുണച്ചാൽ സഹാബത്തിന്റെ പിൻഗാമിയാവുകയില്ലെന്ന് പറയേണ്ടതുണ്ടോ? സുഹൃത്തുക്കളെ, സഹാബത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കാണ് റളിയല്ലാഹു അൻഹും എന്ന് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകിയത്. അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ആ സഹാബത്തിനെയാണ് എല്ലാ വിഷയത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ശറഹിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ട് അവർക്ക് പാലും കൊടുത്തിരുന്നു, അതേപോലെ ആട്ടിനെ കൊടുത്തിരുന്നു. പാലും ഭക്ഷണവും ഒക്കെ അവർ കഴിച്ചെങ്കിലും ആട്ടിന്റെ മാംസം കഴിക്കാൻ അവർക്ക് ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത് ഖുർആൻ ഓതി മന്ത്രിച്ചിട്ട് ഒരു കൂലി പോലെ കിട്ടിയതല്ലേ, അത് പറ്റുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. ആ സംശയം തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിയെന്ന് നബി തങ്ങളുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ അതൊരു മന്ത്രമാണെന്ന് നിങ്ങൾക്ക് ആര് പറഞ്ഞു തന്നു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. പരിശുദ്ധ ഖുർആനല്ലേ, അതിനേതായാലും ബറക്കത്തുണ്ടാവില്ലേ? എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി, ഞാനത് മന്ത്രിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ നിങ്ങൾ സത്യത്തെ എത്തിച്ചു എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അങ്ങനെ അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നത് കാണാം. ഖുർആനിലെ ഏത് ആയത്തുകളും അതുപോലെ അള്ളാഹുവിന്റെ പേരും അതുപോലെ ദിക്റുകളും അസ്മാഉകളും ഒക്കെ അതാ മന്ത്രത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. അതേപോലെ അനുവദിക്കപ്പെട്ടതെല്ലാം ചെയ്യാം, അനുവദിക്കപ്പെടാത്ത എന്തെങ്കിലും മന്ത്രവാദങ്ങൾ പറ്റില്ല, മറിച്ച് അംഗീകരിക്കപ്പെട്ടത് കൊണ്ട് മന്ത്രങ്ങളാകാം എന്ന് ഈ ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ വിശദീകരിച്ചത് കാണാം. അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കിയാലും സഹാബത്തിനെ പിന്തുടരുന്നവർ അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതാണ് 4 മദ്ഹബിന്റെ ഇമാമികളുടെയും വഴി. ആ 4 മദ്ഹബിൽ ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും ശാഫിഈ മദ്ഹബും 4ഉം ഹഖാണ്, 4ഉം ശരിയാണ്. അതിൽ ആർക്കും സംശയം വേണ്ട. അതെങ്ങനെ 4ഉം ശരിയാവുക എന്ന ചിന്ത വേണ്ട. വാസ്തവത്തിൽ എല്ലാ വിഷയത്തിലും 4 മദ്ഹബില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊക്കെ ഒറ്റ മദ്ഹബേ ഉള്ളൂ. 5 നേരം നിസ്കരിക്കണം, അത് ഒരു മദ്ഹബേ ഉള്ളൂ. റമദാനിൽ നോമ്പെടുക്കണം, ഒരു മദ്ഹബേ ഉള്ളൂ. കള്ളു കുടിക്കാൻ പാടില്ല, അതിലൊരു മദ്ഹബേ ഉള്ളൂ. പലിശ വാങ്ങാൻ പാടില്ല, ഒരു മദ്ഹബേ ഉള്ളൂ. വ്യഭിചാരം പാടില്ല, ഒരു മദ്ഹബേ ഉള്ളൂ. അക്രമം പാടില്ല, ഒരു മദ്ഹബേ ഉള്ളൂ. തീവ്രവാദം പാടില്ല, ഭീകരവാദം പാടില്ല, അക്രമം പാടില്ല, വർഗീയത പാടില്ല, ഒരു മദ്ഹബേ ഉള്ളൂ. അതിൽ 4 മദ്ഹബില്ല. ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രമാണ്, ശാഖാപരമായ വിഷയങ്ങളിലാണ് 4 മദ്ഹബുള്ളത്. ആ 4ഉം ഹഖാണ്. 4നും അവർക്ക് തെളിവുകളുണ്ട്. അതിൽ ഏതും ശരിയാണ് എന്നതാണ് ശരി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ വിവരിച്ചതുപോലെ, ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹു അതേപോലെ ജസീലുൽ മവാഹിബ് എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചതുപോലെ 4 മദ്ഹബും ഹഖാൻ. അതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. അതെ, അലോപ്പതി ഡോക്ടർമാരുണ്ട്, അതേപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ട്, അതേപോലെ യൂനാനി ഡോക്ടർമാരുണ്ട്, ആര്യവൈദ്യ ഡോക്ടർമാരുണ്ട്. ഈ 4ഉം ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. 4ഉം ശരിയാണ്, 4 മാർഗവും ശരിയാണ്. പക്ഷേ ആരും എല്ലാം കൂടി കൂട്ടിക്കലർത്തരുത്. കൂട്ടിക്കലർത്തലെങ്ങനെ? ഒരു വൈദ്യരെ സമീപിച്ചപ്പോ ആര്യവൈദ്യനാണ്, അദ്ദേഹം കുറെ തൈലവും മരുന്നും കഷായമൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു മരപ്പുളി പഥ്യമാണ്, അതേപോലെ വേറെ ചില സാധനങ്ങൾ പഥ്യമാണ് എന്ന് പറഞ്ഞപ്പോ അതും കേട്ട് അദ്ദേഹം ഇറങ്ങി. എനിക്ക് അങ്ങനെയൊന്നും പറ്റൂല, എല്ലാം തിന്നേയും വേണം, എന്റെ രോഗം മാറുകയും വേണം. അദ്ദേഹം നേരെ ഒരു അലോപ്പതി ഡോക്ടറെ സമീപിച്ചു. അദ്ദേഹം കുറെ മരുന്നുകൾ കൊടുത്തു. ആ മരുന്നുകൾ വാങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചിന്തിച്ചു, മരുന്ന് നല്ലത് കഷായമാണ്, അതേപോലെ അരിഷ്ടമാണ്, അതുപോലുള്ള ആര്യവൈദ്യ ഗുളികയാണ്, അതിനങ്ങനെ വേറെ എന്തെങ്കിലും പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പഥ്യം നല്ലത് ഡോക്ടറുടേതാണ്. അങ്ങനെ അദ്ദേഹം ഡോക്ടറുടെ പഥ്യവും അതേ സമയത്ത് വൈദ്യരുടെ ആര്യവൈദ്യന്റെ മരുന്നും ഉപയോഗിച്ചാൽ അദ്ദേഹം ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ഖബർ ഒഴിക്കുന്നതല്ലേ നല്ലത്? സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണം. അതാണ് 4ൽ ഒരു മദ്ഹബ് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ 2മല്ലാത്ത 4മല്ലാത്ത 5മത്തെ മറ്റൊന്നായി മാറും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ 4ൽ ഒരു മദ്ഹബ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ തലയിൽ നിന്ന് അല്പം തടകിയാലും ഒളു ശരിയാകും, പക്ഷേ മുഴുവനും തടകലാണ് സുന്നത്ത്. അങ്ങനെയാണ് വേണ്ടത്. മാലിക്കി മദ്ഹബിൽ മുഴുവനും തടകണം, വേറെ ചില മദ്ഹബിൽ കുറച്ച് തടകിയാൽ മതി. എന്നാൽ ഒരാൾ ഒളു എടുക്കുമ്പോ ഷാഫിഈ മദ്ഹബ് പ്രകാരം കുറച്ച് തടകിയാൽ മതിയല്ലോ എന്ന് മനസ്സിലാക്കി അല്പം തടകി. അതേ സമയത്ത് ഷാഫിഈ മദ്ഹബിൽ നിസ്കരിക്കുന്ന സമയത്ത് മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം പുരുഷന്മാർ മറക്കണം. അതേ സമയത്ത് മാലിക്കി മദ്ഹബിൽ കുറച്ച് മുട്ടിന്റെ മേലെ അങ്ങ് കണ്ടുപോയാലും നിസ്കാരം ബാത്തിലാവൂല. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മുട്ട് ശരിക്കും മറയാത്ത, മുട്ടിലേക്ക് എത്താത്ത ഒരു ട്രൗസറും എടുത്തിട്ട് അദ്ദേഹം നിസ്കരിച്ചു. അതേ സമയത്ത് ഒതു എടുക്കുമ്പോൾ തല തടകിയത് കുറച്ച് ഭാഗമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു കസേരയിൽ ഇരിക്കുന്നു, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അപ്പുറത്തെ കസേരയിൽ ഇരിക്കുന്നു. അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് ഷാഫി ഇമാമിനെ സമീപിച്ച് ചോദിക്കുന്നു, എന്റെ നിസ്കാരം നിങ്ങൾ ഏറ്റെടുക്കുമോ പടച്ചവന്റെ അടുക്കൽ? ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കില്ല. കാരണം നീ ഔറത്ത് മറക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ മറച്ചിട്ടില്ല, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്റെ നിസ്കാരം നിങ്ങൾ ഏറ്റെടുക്കുമോ പടച്ചവന്റെ അടുക്കൽ? മാലിക് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കില്ല. കാരണം വദു എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നീ തല തടകിയിട്ടില്ല. സുഹൃത്തുക്കളെ, ആരും ഏറ്റെടുക്കാത്ത ഒരു ഇബാദത്തായി മാറരുത്. ഇവിടെ പുത്തൻവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. 4 മദ്ഹബിന്റെയും പുറത്ത് കുറെ അവിടുന്നും കുറെ ഇവിടുന്നൊക്കെ കൂടി എടുത്തിട്ട് അവരുടെ വകയിൽ ഒരു മദ്ഹബ് ഉണ്ടാക്കുകയാണ്. അതൊരിക്കലും ഇവിടെ അംഗീകരിക്കപ്പെട്ട മദ്ഹബുകളല്ല, അംഗീകരിക്കപ്പെട്ട ആശയമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും 4-ൽ 1 മദ്ഹബ് സ്വീകരിക്കണമെന്നതിൽ യോജിച്ചിരിക്കുന്നു. ഈ യോജിച്ചു നീങ്ങുന്ന മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ മദ്ഹബിനെ തള്ളി അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ. ആ ഭിന്നിപ്പുണ്ടാക്കുന്ന കക്ഷികളിൽ ഒരൊറ്റ മുസ്ലിമും പെട്ടുപോകരുതെന്ന് കൂടി ഇവിടെ ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ബദ്രു സാദാത്ത് തങ്ങളവറുകളുടെ പ്രസംഗം കാത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളവറുകൾക്കും നമ്മുടെ സർവ്വ നേതാക്കൾക്കും എല്ലാ ഖൈറും ബറക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സ് തന്ന് നമുക്കെല്ലാം അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാറിനെ അല്ലാഹു മർഖദഹു, മഹാനവറുകളുടെ പേരിലാണ് ഈ നഗരി. മഹാനവറുകളുടെ ഖബർ രാവിലെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ പരിപാടി ആരംഭിച്ചത്. ആ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഞങ്ങൾ മലബാറിലേക്ക് വന്ന് എന്റെ പേരോട് വന്ന് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിൽ മുഗൾ ഭാഗത്ത് കുറെ ഏറെ ദിവസം മഹാനവറുകൾ അവിടുത്തെ ആ ദഅവത്തിന്റെ പ്രവർത്തന കാലത്ത് താമസിച്ചതായി ഞാൻ എന്റെ നാട്ടുകാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വലിയ ധൈര്യപൂർവം കുറ്റ്യാടിയിൽ വന്ന് മഹാനവറുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ സ്വന്തം കാറിന്റെ മേലെ ഒരു മൈക്കും ഘടിപ്പിച്ച് എവിടെയാണോ സുന്നി വിരുദ്ധരായ ആളുകൾ പ്രസംഗിക്കുന്നത് അവിടെ ചെന്ന് മൈക്ക് കെട്ടി സുന്നത്ത് ജമാഅത്ത് തുറന്ന് വിശദമായി പറയുന്ന ഒരു പതിവായിരുന്നു മഹാനവറുകൾക്കുള്ളത്. അവരോടുള്ള കടപ്പാടൊരിക്കലും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. മഹാനായ പതി ഉസ്താദ് അവറുകളുടെയും അതേപോലെ ഇന്നലെ നമ്മുടെ നഗരി ബഹുമാനപ്പെട്ട പുതിയ വീട്ടിൽ അബ്ദുൽ മുസ്ലിയാർ എന്ന് പറയുന്ന പാറക്കടവ് വലിയ ഖാദി അവരുടെ പേരിലായിരുന്നു സമസ്ത കേരള ജമീയത്തിന്റെ ആദ്യത്തെ 40 മുശാവറ അംഗങ്ങളിൽപ്പെട്ട വലിയ പ്രമുഖനായ ഒരു പണ്ഡിതനായിരുന്നു പാറക്കടവ് വലിയ ഖാദി അബ്ദുള്ള മുസ്ലിയാർ. ഞാൻ കേട്ടിട്ടുണ്ട് മഹാനവറുകളിൽ ഇൽമു പഠിച്ച ഒരു വലിയ പണ്ഡിതൻ കണേറണ്ടി അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതേ പാറക്കടവ് പള്ളിയിൽ ഒരു ചെറുപ്പക്കാരനായ നാദാപുരത്ത് തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതന്റെ ദർസുലൂതി പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പാറക്കടവ് പള്ളിയിൽ ഒരു ചെറിയ ഉറുദി പറയാൻ പ്രസംഗിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോ അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കൂല, ഞാൻ പോവുകയാണ്. അതവിടെയുള്ള വലിയ വലിയ നേതാക്കന്മാർ അറിഞ്ഞു. അവർ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനു പോകണം? നാളെ രാവിലെ കെട്ടുമെടുത്ത് പോകണമെന്ന് മുതഅല്ലിമീങ്ങൾ 100ഓളം മുതഅല്ലിമീങ്ങൾ പോകണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു എന്ന് കേട്ടു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അവർ പറഞ്ഞു, അവർ നാദാപുരത്ത് പഠിക്കുന്ന ഒരു മുതഅല്ലിമല്ലേ. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും, അത് പിന്നീട് മനസ്സിലാകുമെന്ന് പറഞ്ഞ വ്യക്തി, എനിക്ക് ആ വ്യക്തിയെ അറിയാം. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പിൽക്കാലത്ത് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തിൽ
പുറത്തുപോയി വേറൊരു ആശയത്തിലേക്ക് പോയി അദ്ദേഹം ആ ആശയ പ്രചരണം നടത്തുന്നത് നേരിൽ കണ്ടവൻ മാത്രമല്ല. ഞാൻ പ്രസംഗം പഠിക്കുന്ന കാലത്ത് 20 ദിവസം വേലയിട്ടിരുന്നു കടവത്തൂരില്. അദ്ദേഹം കടവത്തൂർക്കാരനായിരുന്നു. അന്ന് റാത്തീബിലെ ദിക്റിനെ സംബന്ധിച്ച് ഞാൻ പ്രസംഗിച്ചപ്പോ അന്ന് അതിനെതിരെ ഒരു നോട്ടീസ് എഴുതി കൊടുത്ത ആളായിരുന്നു അദ്ദേഹം പിന്നീട് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുപോയൊരു മനുഷ്യനാണെന്നത് കാലേ കൂട്ടി കണ്ടുകൊണ്ടാണ് അതേ ബഹുമാനപ്പെട്ട പാറക്കടവത്ത് വലിയ ഖാദി അവനിവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ ഞാനിവിടെ നിൽക്കൂല എന്ന് പറഞ്ഞത്. അത്ര വലിയ ആദർശ ധീരതയുള്ള മഹാനായിരുന്നു പാറക്കടവ് വലിയ ഖാദി അബ്ദുൽ മുസ്ലിയാർ അവറുകൾ. അല്ലാഹു അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമുക്ക് സുന്നത്ത് ജമാഅത്തിൽ ഖദമർപ്പിച്ചു തരുമാറാകട്ടെ. നമുക്ക് നാഫിആയ ഇൽമ അല്ലാഹു ഏറ്റി തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.